ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഐഷൂസ് മാജിക്കൽ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐഷുവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഇഷ്ടമായാൽ പറയൂല, കുഞ്ഞു പറയൂല, നമ്മിച്ച് കൊണ്ടുപോകില്ല കേട്ടോ. നമ്മിച്ച് ഐഷുവിനെ കൊണ്ടുപോകില്ല എന്നാ പറ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഉറക്കെ പറ, ലൈക്ക് ചെയ്യാ. സോറി, കൊണ്ടുപോകില്ല. ഐഷു പോരുന്നുണ്ടോ എന്നാ പറ. ഐഷു കല്യാണത്തിന് പോകാൻ റെഡിയായി നിൽക്കുകയാണെ. അവിടെ നല്ല സ്റ്റണ്ടാണ്. പറയൂല എന്നുള്ളൊരു വാശി. പറയാനൊക്കെ ഇപ്പം കഴിയും കേട്ടോ. ഇപ്പം പറയൂല അവൾക്കൊരു തോന്നലുണ്ട്, ആ സമയത്തേ പറയുള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഐഷുട്ടി അവിടെ സ്വസ്ഥമായിട്ട് ഇരുന്ന് ഊഞ്ഞാലാടാണ് ഇപ്പോൾ ലക്ഷ്യം. ഞാൻ വിളിച്ച വീഡിയോയ്ക്ക് വരാൻ പറഞ്ഞാൽ അങ്ങനെ വരാനാ? അവളെന്താ ഉദ്ദേശിച്ചത് നടക്കുള്ളൂ. ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്, അതിന് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഇക്കെത്തിയിട്ടില്ല. ഇക്കാക്ക് വേറൊരു പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം കല്യാണത്തിന് പോകാൻ. കല്യാണത്തിനൊക്കെ പോകുന്ന സമയത്ത് ഐഷൂട്ടി, കല്യാണം എന്നല്ല എന്തൊരു ഫംഗ്ഷൻ ആണെങ്കിലും അവിടെ ഒന്നും അറ്റൻഷനായി നിൽക്കില്ലായിരുന്നു കേട്ടോ. പോയ സ്പീഡിൽ അല്ലെങ്കിൽ അതിനേക്കാളും സ്പീഡ് എനിക്ക് റിട്ടേൺ അടിക്കേണ്ടിയിരുന്നു. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു ഐഷൂട്ടി. ഇനിയിപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോയിട്ട് അവിടെ എല്ലാ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരാം ഇൻഷാ അല്ലാ. ഇപ്പോൾ അവൾ കല്യാണത്തിനൊക്കെ പോയാൽ അവൾക്ക് ഇരിക്കേണ്ട സമയത്തോളം ഇരിക്കും. ആദ്യമൊക്കെ ആര് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവിടെ പോയി ഭക്ഷണം വലിക്കുക, അത് കഴിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. കൈ കഴുകണമെന്നോ അല്ലെങ്കിൽ അമ്മച്ചിൻ്റെ കൂടെ ഇരിക്കണമെന്നോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. കൂടെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയി തന്നെയാണ് ഐഷൂട്ടിൻ്റെ ഈ ഒരു ബിഹേവിയറൊക്കെ മാറ്റിയെടുത്തത്. എനിക്ക് എന്നെപ്പോലുള്ള പേരൻസിനോട് പറയാനുള്ളത്, നമ്മൾ പിന്നോട്ട് വെക്കരുത്. ട്രെയിനിങ് ഒരു 6 മാസം കൊടുത്താലൊന്നും നമ്മളെ കുട്ടികൾക്ക് ഒരനക്കവും വരില്ല. പക്ഷേ കണ്ടിന്യൂ ട്രെയിനിങ് കൊടുത്താൽ നന്നായി മാറ്റത്തിലേക്ക് വരും കേട്ടോ. പ്രതീക്ഷയോടെ കൂടി നമ്മൾ ചെയ്യണം. നമ്മൾ തളരാതെ മുന്നോട്ട് പോകണം. ചുറ്റുപാടിൽ നിന്ന് നമുക്ക് കേൾക്കുന്നതൊക്കെ നെഗറ്റീവായിരിക്കും. നമുക്കും പേടി തന്നെയാണ്, ഇത് സംഭവം ശരിയാവോ, ഇത് ഒരു മെഡിസിനും കൊണ്ടൊന്നും മാറുന്ന ഒരു അസുഖമൊന്നുമല്ലല്ലോ, ഇതൊരു അവസ്ഥയാണ്. ഇതൊരിക്കലും ഒരു അസുഖമായി അത് ചിത്രീകരിക്കാൻ പാടില്ല. ഇതിനൊരു മെഡിസിനും ഇന്നേ വരെ ഇല്ല. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി കുറക്കാനൊക്കെ വേണ്ടിയിട്ട് ചില ഡോക്ടേഴ്സ് മെഡിസിൻ തരും. പക്ഷേ അത് നമ്മളെ കുട്ടികളെ ബോഡി തളർത്തുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ബസ്സിലൊക്കെ യാത്ര പോകുമ്പം വോമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ടാബ്ലറ്റ് കഴിക്കുമല്ലോ, അപ്പോൾ നമ്മളെ ശരീരം ടയേർഡാവുകയാണ്. അതുപോലെയാണ് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് ഒരു കുട്ടിക്ക് മെഡിസിൻ കൊടുത്താൽ ആ കുട്ടി ആകെ തളർന്ന് ആ ഹൈപ്പർ കാണിക്കാനുള്ള ആ ഒരു എനർജി പോലും ഇല്ലാതെ ആക്കുകയാണ് അവർ ചെയ്യുന്നത്. ഈ ഹൈപ്പർ ഉണ്ടാകാൻ പ്രധാന കാരണം ഭക്ഷണം തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഓട്ടിസുള്ള കുട്ടികളൊക്കെ ഭക്ഷണത്തിൽ നന്നായി കൺട്രോൾ ചെയ്യണം. അവർക്ക് നമ്മൾ മധുരം ഒഴിവാക്കണം. പിന്നെ പാലുൽപ്പന്നങ്ങൾ, ഐസ്ക്രീം, ബിസ്ക്കറ്റ്, ചോക്ലേറ്റ്, ലഡു, റവ, മൈദ, പിന്നെ സീസണൽ ഫ്രൂട്ട്സ് അല്ലാതെ നമുക്ക് കിട്ടുന്ന ഫ്രൂട്ട്സുകൾ അതെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കണം. പാടെ ഒഴിവാക്കാന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരുപാട് മാറ്റത്തിലേക്ക് വരും. എൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിനകത്ത് എനിക്ക് എൻ്റെ കുട്ടിയിൽ മാറ്റം വരുത്തിയതേ പറയാൻ പറ്റും. ഫുഡ് കൺട്രോൾ ചെയ്താൽ ഇവരെ ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക, നന്നായി ആക്ടിവിറ്റി ചെയ്യിപ്പിക്കുക. അതായത് ഒരു ടൈമിങ് വെച്ചിട്ട്, അല്ലാതെ നമ്മൾ ടൈം ടേബിൾ വെക്കണം. ഒരു ടൈമിങ് വെച്ചിട്ട് നമ്മൾ ഇവരെ കൊണ്ട് ഓരോ കാര്യത്തിലും ഏർപ്പെടുപ്പിക്കുക. കിച്ചണിൽ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അവരെല്ലാത്തിനും ആണായാലും പെണ്ണായാലും കൂടെ കൂട്ടുക. എല്ലാ ജോലി അവർ കാണട്ടെ, അവരോട് സംസാരിക്കുക. അപ്പം നമ്മൾ വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫ്രിഡ്ജിൽ നിന്ന് തുറക്ക്, അതെടുക്ക്, ടാപ്പ് തുറക്ക്, കഴുക്, കത്തി എവിടെ, പ്ലേറ്റ് എവിടെ, കട്ട് ചെയ്യാലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ടാവും. ഇതെല്ലാം ഇവരും കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുക. അല്ലാണ്ട് പഠിക്കാനോ എന്ന് പറഞ്ഞ് തെറാപ്പി സെൻറ്ററിൽ കൊണ്ടുപോവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇങ്ങനെ പഠിക്കുമെന്ന് പറഞ്ഞ് പുഷ് ചെയ്യാണ്ട് ഇവരെ കളിയിലൂടെ, കഥയിലൂടെ, പാട്ടിലൂടെ, കളികളിലൂടെ നമ്മൾ പഠിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഇവർ ബെറ്ററായിട്ട് വരും കേട്ടോ. ഇവർ സാധാരണ മക്കളല്ല, അസാധാരണ കഴിവുള്ളവർ തന്നെയാണ്. എല്ലാ രക്ഷിതാക്കൾക്കും ഇത്തരം കുട്ടികളെ കൊടുക്കുന്നില്ല. ചില തിരഞ്ഞെടുക്കപ്പെട്ട പേരൻസിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന മക്കളാണ് ഇവർ. ഈ പേരൻസിന് ഇതിന് കഴിയും. ഇതിന് സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും ഈ പേരൻസ് ഇതിന് ഓക്കെയാണ് എന്ന് നമ്മളെ സൃഷ്ടിച്ച പടച്ച തമ്പുരാന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് എത്തേണ്ട കൈകളിൽ ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇവളെ കൂടാതെ 2 മക്കളെ ഉമ്മയാണ് കേട്ടോ.
പക്ഷെ ആ 2 മക്കളുണ്ടായപ്പോഴൊന്നും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വരാനോ അതല്ലെങ്കിൽ എൻ്റെ സംസാരം മറ്റുള്ളവരോട് സംസാരിക്കേണ്ട രീതി എങ്ങനെ പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. എന്നെ മാറ്റിയത് ഇവളാണ്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനത്തെ ഒരാളെ അല്ലായിരുന്നു. എൻ്റെ ഇക്കാൻ്റെ പോലെ ഒരു ജോലിയൊക്കെ എടുത്ത് ആ ഒരു ഓഫീസിൽ മാത്രം ഒതുങ്ങി കൂടേണ്ടവളായിരുന്നു ഞാൻ. അതല്ലെങ്കിൽ ജോലി കിട്ടിയില്ലെങ്കിൽ കിട്ടിയ ജോലി ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. എനിക്ക് ഇൻ്റർവ്യൂ കാർഡ് വന്നതാ, പക്ഷേ ഞാൻ പോയില്ല. ഞാൻ ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരുന്നു കേട്ടോ, ഇവിടെ വീട്ടിലത്തെ ഹൗസ് വൈഫായിട്ട് നിൽക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഐശുട്ടിയാണ് എല്ലാത്തിനും കാരണക്കാരി. ഞാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അവളെ ഓരോ മാറ്റത്തിന് വേണ്ടിയിട്ടും. അവൾ മുഖത്തേക്ക് നോക്കാത്ത കുട്ടിയായിരുന്നു, അവൾക്ക് സോഷ്യൽ സ്മൈലില്ലായിരുന്നു, അവൾ ഡെയിലി കാര്യങ്ങൾ ചെയ്യില്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഞാനൊരു തീരുമാനത്തിൽ ഉറച്ചു നിന്നു, എന്തെങ്കിലും ഇവൾ ഇതിനെല്ലാം ഓക്കെ ആവും, അതുവരെ എൻ്റെ ഹാർഡ് വർക്ക് കണ്ടിന്യൂ ചെയ്യാൻ നന്നായി പ്രയത്നിക്കും, നന്നായി പ്രാർത്ഥിക്കും. ഇതിനൊരു അവസാനം ഞാനൊരു 10 വയസ്സ് വരെ ഒരു ലക്ഷ്യം വെച്ചിരുന്നു. 10 വയസ്സ് വരെ എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവളായില്ലെങ്കിൽ എനിക്ക് സമാധാനത്തോടെ ഇരിക്കാം. ഞാൻ ചെയ്തല്ലോ പഠിച്ചവനെ, ചെയ്തിട്ട് എനിക്ക് മാറ്റം വരാത്തതല്ലേ, എന്നാലും ഞാൻ ഹാപ്പിയാണ്. ചെയ്യാതിരുന്നാൽ ഞാൻ ചെയ്യാതെ പോയല്ലോ, ആ സമയമൊക്കെ വേസ്റ്റ് ആയല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടാവും. പക്ഷെ ആ ഒരു ചിന്ത ഇപ്പോൾ എനിക്കില്ല. ഞാൻ ചെയ്തതിൽ അള്ളാഹു എനിക്ക് പൂർണ്ണ സംതൃപ്തി നൽകി. എൻ്റെ മോൾ ഒരുപാട് മാറി. ഈ ഇരുത്തൊന്നും അല്ലെങ്കിൽ എങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകാനോ സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനോ ഡ്രസ്സ് അയക്കാനോ ഡ്രസ്സ് ഇടാനോ കുളിക്കാനോ ബ്രഷ് ചെയ്യാനോ അങ്ങനെ ഡെയിലി നമ്മൾ നിസ്സാരം എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ചെയ്യാതിരുന്ന മോളായിരുന്നു ഇവൾ. മാഷാ അല്ലാ, ഇന്നിവൾ ഇത്രത്തോളം ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഞാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പല വീഡിയോയിലും ഞാൻ തന്നെയാണ് തെറാപ്പിസ്റ്റ്, ഞാൻ തന്നെയാണ് ഡോക്ടർ, ഞാൻ തന്നെയാണ് ടീച്ചർ എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ടീച്ചറും ഡോക്ടറും ഒന്നും ആവാനുള്ള ഒരു യോഗ്യത എനിക്കില്ല. പക്ഷേ എൻ്റെ മോളെ എനിക്ക് പറയുകയാണെങ്കിൽ എൻ്റെ മോളെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഏറ്റെടുത്ത് ചെയ്തത്. അവർക്കൊന്നും കൺട്രോൾ ചെയ്യാൻ കഴിയില്ലായിരുന്നു. പിന്നെ അമ്മ അങ്ങ് തീരുമാനിച്ചാൽ അതിന് മാറ്റം വരുത്താനും കഴിയില്ല. അതാണ് അമ്മ. പല ആളുകളും സ്വന്തം മക്കൾക്ക് ഒരു കുഴപ്പമില്ലെങ്കിലും കടലിലേക്ക് എറിയുന്നു, അല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലുന്നു. അങ്ങനത്തെ കാലഘട്ടങ്ങളിൽ ഞങ്ങളെപ്പോലത്തെ രക്ഷിതാക്കളും ഈ ലോകത്തുണ്ട്. ഒരുപാട് ക്ഷമയുള്ളവർ, ഒരുപാട് സഹനം, ഒരുപാട് ത്യാഗം, ഇതെല്ലാം ഞങ്ങൾക്ക് കഴിയും. ഞാൻ പറയുന്നു, ഐ എം എ പെർഫെക്റ്റ് മദർ. അത് ഞാൻ തന്നെ എനിക്ക് ചാർത്തിയ ഒരു പട്ടാണ് കേട്ടോ. എനിക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, എന്നെ ഒരുപാട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ. അത് ഞാൻ കൂടെ പറയുന്നത്, എന്നിൽ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പം അതിലൊരു മാറ്റം എനിക്ക് അള്ളാഹു നൽകുമ്പം എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹമാണ്. അത് ഞാൻ നൽകുന്ന എനിക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ്. നമുക്ക് നമ്മൾ സ്നേഹിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ തന്നെ ഒഴിവാക്കിയാലും ആരൊക്കെ തന്നെ ഇതിനൊക്കെ ഒരു നെഗറ്റീവ് കണ്ടാലും ഒരു കുഴപ്പമില്ല, മുന്നോട്ട് തന്നെ നമ്മൾ പോവാം. ഇപ്പം എൻ്റെ ലക്ഷ്യം ഇതുപോലുള്ള കുട്ടികളെ പേരൻറ്റിനെ നന്നായി ഹെൽപ്പ് ചെയ്യണം. അതിനൊരു ക്യാഷോ അല്ലെങ്കിൽ ഒരു ടൈമൊന്നും ഞാൻ വെക്കുന്നില്ല. അവർക്ക് എന്താണ് ആവശ്യം അത് ഞാൻ പറഞ്ഞു കൊടുക്കുക. ഇനിയിപ്പോൾ ഇവളിപ്പം 11 വയസ്സായി. ഇവൾക്ക് 2 വയസ്സിന് ശേഷമാണ് ഈ ഒരു മാറ്റങ്ങളൊക്കെ കണ്ടു തുടങ്ങിയത്. ഇവൾക്ക് അവൾ ഉമ്മ എന്ന് വിളിക്കാൻ കഴിയാത്ത സമയത്ത് ഞാൻ എങ്ങനെയായിരുന്നു ട്രെയിനിങ് കൊടുത്തിരുന്നത്. അത് കഴിഞ്ഞ് അവൾ സ്കൂളിലേക്ക് പോയ സമയത്ത് അല്ലെങ്കിൽ നഴ്സറിയിലേക്ക് വിട്ട സമയത്ത് എങ്ങനെയായിരുന്നു എൻ്റെ ഫസ്റ്റ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നത്, അത് തൊട്ട് ഇപ്പോൾ ഇവൾ പ്രായപൂർത്തി ആവാനുള്ള പ്രായമാണല്ലോ. നമ്മളെ കുട്ടികൾ 10 വയസ്സ് 15 വയസ്സിൻ്റെ ഇടയിൽ പെൺകുട്ടികളാണെങ്കിൽ പ്രായപൂർത്തിയാകും. ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് കുറേ ബിഹേവിയർ ഇഷ്യൂ ഒക്കെ വരും, കാരണം അവരെ ഹോർമോൺ ചേഞ്ചിൻ്റെ കാലഘട്ടം. ആ സമയത്തൊക്കെ നമ്മൾ എങ്ങനെ കൺട്രോൾ ചെയ്യണം മക്കളെ, എങ്ങനെയാണ് നമ്മളെ മക്കൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്ന് വിശദമായിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ്സിലൂടെ പറഞ്ഞു കൊടുക്കുന്നത്, ഒരമ്മയ്ക്ക്. അപ്പം ആ ഒരു സേവനം ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതാവസാനം വരെ തുടർന്നു കൊണ്ടിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അള്ളാഹു ആയുസ്സും ആരോഗ്യമൊക്കെ നൽകട്ടെ. ഈ മക്കളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ, ഏത് രീതിയിലാവട്ടെ, ഏതെങ്കിലും രീതിയിൽ ചേർത്ത് നിർത്താൻ കഴിഞ്ഞാൽ നമ്മൾക്ക് പടച്ചോൻ തരുന്ന അനുഗ്രഹം വളരെ വലുതായിരിക്കും. നമ്മൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നമ്മളോടും കരുണ കാണിക്കും എന്നാണല്ലോ. അല്ലാഹു നമ്മളെ മക്കളെയൊക്കെ സോലിഹായ മക്കളാക്കട്ടെ. അവരിലൂടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ. ടാറ്റ പറഞ്ഞേ, ടാറ്റ ബൈ ബൈ പറഞ്ഞ. പറ ടാറ്റ. ബൈ ബൈ. See you.